അപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഹൈറേഞ്ചിൽ ഇത്തവണ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മുൻ MP കൂടിയായിട്ടുള്ള ജോയ്സ് ജോർജിനെയാണ്. നമ്മൾക്കറിയാം, മലയോരത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഗാഡ്ഗിൽ, കസ്തൂരംഗൻ റിപ്പോർട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മലയോര കുടിയേറ്റ ജനതയുടെ ആശങ്കകൾ ഏറ്റവും അധികം നിലനിന്ന കാലത്ത് അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടത്തിൽ അന്നത്തെ UPA സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയും ഒക്കെ തെരുവിലും കോടതിയിലും എന്ന നിലയിൽ തന്നെ ഇപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലൂടെ പൊതുരംഗത്തേക്ക് വന്ന് CPM-ലൂടെയൊക്കെ സജീവമായി മുന്നോട്ട് വന്ന ജോയ്സ് ജോർജിനെ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ ആ മലയോര ജനതയ്ക്ക് വേണ്ടി പശ്ചിമഘട്ടത്തിലെ കുടിയേറ്റ ജനതയുടെ ഏറ്റവും വലിയ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ആ റിപ്പോർട്ടുകളുടെ അശാസ്ത്രീയതകൾ പലതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ തന്നെ ആ മലയോര ജനതയുടെ ജീവനും സ്വത്തും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്, അതുകൂടി കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന വലിയ പോരാട്ടം അത് തെരുവിലും കോടതിയിലും നടത്തിയ ആളാണ് ജോയ്സ് ജോർജ്. അതേ തുടർന്നുള്ള പോരാട്ടത്തിലാണ് ജോയ്സ് ജോർജ് MP ആയി ഇടുക്കിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിലകളിലൊക്കെയാണ് ഇടുക്കിയുടെ പൊതുമണ്ഡലത്തിൽ ജോയ്സ് ജോർജ് ഏറെ ജനകീയനായി മാറിയത്, ശ്രദ്ധേയനായി മാറിയത്. 1970 ഏപ്രിൽ 26 ഇടുക്കി വാഴത്തോപ്പിൽ ആദ്യകാല കുടിയേറ്റ കുടുംബമായ പാലിയത്ത് ജോർജിൻ്റെയും മേരിയുടെയും മകനായി ജനിച്ച ജോയ്സ് ജോർജ് ഇടുക്കിയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ നേതാവാണ്. തിരുവനന്തപുരം ലയോള കോളേജിൽ നിന്ന് MSW-ൽ ഉയർന്ന മാർക്കോടെ മാസ്റ്റർ ബിരുദവും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടിയതിനു ശേഷം കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അഭിഭാഷക വൃത്തിയിൽ 4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുണ്ട് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെയുള്ള മലയോര ജനതയുടെ പ്രതിഷേധ സമരത്തിന്റെ മുൻനിരയിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത്. ഇതിനെ തുടർന്ന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 50,542 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. 16ാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പങ്കെടുത്ത് പ്രസംഗിച്ച രാജ്യത്തെ 18ാമത്തെ MP-യാണ് ജോയ്സ് ജോർജ്. 290 തവണ ചർച്ചകളിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. 545 ചോദ്യങ്ങളാണ് ഈ കാലയളവിൽ ജോയ്സ് ജോർജ് ലോക്സഭയിൽ ചോദിച്ചത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 2014-19 കാലയളവിൽ 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും തുക അനുവദിപ്പിച്ച് 9 പുതിയ റോഡുകൾ നിർമ്മിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് തിരുത്തിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു എന്നത് ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാന നേട്ടം തന്നെയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.